കൃത്യമായി പറഞ്ഞ 14 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ അപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഹാപ്പിയായി വീട്ടമ്മ ഞാനായിരുന്നു. ആഘോഷങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടായിരുന്നു ഞങ്ങൾക്ക്. മയക്കത്തിൽ ഞാൻ സിറിയുടെ മേലോർഗൻ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. ഇവനൊക്കെ ഇങ്ങനെ തന്നെ വേണം. ആണുങ്ങളുടെ ചെത്തി കളഞ്ഞിട്ട് വേണം പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ. അതെന്ത് ജീവിതം? ആഷിക്ക് പിന്നെ ഒന്ന് കാണണ്ടേ? ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? അടുത്ത കത്തറിയിൽ നിന്നെ ഞാൻ മുറിക്കൂടാ. കോട്ടയത്തൊരു നസ്രാണി വീട്ടിൽ ജനിച്ച് ഇപ്പോൾ കാനഡയോ അമേരിക്കയോ സ്വപ്നം കണ്ട് ബാംഗ്ലൂർ നഴ്സായി ജോലി ചെയ്യുന്ന ടെസാ കെ എബ്രഹാം എന്ന 22-കാരുടെ പ്രണയം, പ്രണയനഷ്ടം, പ്രതികാരം എന്നീ 3 തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കഥയാണ് ആഷിക് കപൂറിന്റെ 22 ഫീമെയിൽ കോട്ടയം. ഇത് മലയാളത്തിലെ അപൂർവം ഫെമിനിസ്റ്റ് സിനിമകളിൽ ഒന്നാണ്. മാറ്റത്തിന്റെ പുതിയ ലോകത്ത് ഏറ്റവും വില കുറഞ്ഞ വസ്തു ടെസമാരുടെ പെൺശരീരമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന സിറിൽമാരുടെ ക്രൂരതയ്ക്ക് പെൺകുട്ടികൾ തന്നെ പ്രതികരിച്ചാലുണ്ടാവുന്ന ഞെട്ടിപ്പിക്കുന്ന വെള്ളിത്തിര കാഴ്ചയാണ് ഈ സിനിമ. 1000 അഭിവാദ്യങ്ങൾ. വെൽ ഡൺ കോമ്രേഡ്. അവസരവാദി എൽപി തിയേറ്ററിൽ ഇങ്ങനെയൊന്നല്ലോ പറഞ്ഞു. ആഷിക് മാനസിന്റെ ജൂനിയർ ആയിരുന്നു ഈ പാവം. എന്റെ പൊന്നു ദൈവമേ, ഈ തേങ്ങക്കകത്ത് വെള്ളം നിറയ്ക്കുന്ന നേരത്ത് ആ ഡാമിൽ വെള്ളം നിറച്ചിരുന്നെങ്കിൽ കറണ്ട് കട്ടെങ്കിലും ഒഴിവായി കിട്ടിയ. കഞ്ചാവിന്റെ സ്മെല്ല് കുറച്ച് ദിവസമായി ഈ നേരത്ത്. നീ ആ ചിന്തയെ പറ്റണോ? ന്യൂ ജനറേഷൻ ചിലപ്പോ ഈ പ്രായത്തിലേ തുടങ്ങും. തമാശക്കളാ, വാ പോയി നോക്കാം. വാങ്ങ എൽപി, എനിക്കേതോ ഡൗട്ടാ ഇருக்கு. ഇവിടെ നല്ല കഞ്ചാവിന്റെ മണം ഉണ്ടല്ലേ? ഈ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു കഞ്ചാവ് ബോധം ഇല്ലെന്നേ. നമ്മൾ ഹൈ റേഞ്ച് കൃഷി ചെയ്യുന്ന നീലച്ചടയെ മുഴുവൻ ഇപ്പൊ തൂത്തുക്കുടി വഴി യൂറോപ്പിലൊക്കെ അല്ലേ പോകുന്നത്. ഇവിടെ കിട്ടുന്ന വെറും ഛത്തീസ്ഗഡ് പുല്ല്, ജിഗർദണ്ഡ. കഞ്ചാവ് പോയിട്ട് ഇവിടെ ഒരു കുറ്റിവീട് പോലും ഇല്ല. എനിക്ക് ആ സ്മെല്ല് കിട്ടിയതല്ലേ, അപ്പുറത്തൊന്ന് പോയി നോക്കിയേ. അവിടെ ഒരു കുന്തമില്ല. സത്യം പറ, നീ എപ്പോഴെങ്കിലും കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് കഞ്ചാവിന്റെ മണമാണെന്ന് കഞ്ചാവ് വലിക്കാതെ നിനക്ക് ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായി? ഇത് വലിച്ചു വട്ടായ ഒരു ചേട്ടൻ അനിയത്തിയാ ഞാനും അപ്പം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ മണം. ഓ, ഉസ്താദ് കഞ്ചൻ വിനോദ് എന്റെ അളിയനാണെന്നുള്ള കാര്യം ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ മറന്നുപോയി. അതേ ഇപ്പൊ എവിടെയുണ്ട്? ഹരിദ്വാറിലോ അതോ കാശിയിലോ? നിങ്ങളിപ്പോ എന്ത് ലെക്ചർ അടിച്ചാലും ശരി, ഇവിടെ ആരോ കഞ്ചാവ് വലിച്ചിട്ടുണ്ട്. ആ ഷീമേടത്തിന്റെ മോനെ എനിക്ക് നല്ല സംശയമുണ്ട്. ആര്യനോ? അവനൊരു പാവം ചെറുക്കനല്ലേ, ഒരു അധ്യാപകന്റെ മകൻ. അവൻ ഒരിക്കലും തെറ്റിയല്ല. നീ വന്നാൽ എനിക്ക് രാവിലെ അമ്മച്ചെടുത്ത് പോകണം. நான் எது சொன்னாலும் நம்பவே மாட்டேன்றீங்க. ഈ തമിഴ് പ്രവർത്തകരെന്ന് എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു തടവ ചൊന്ന 100 തടവ ചൊന്ന മാതിരി ഒരു ഇതാ. വാസുകി ചേച്ചിയുടെ സെന്റിന്റെ മണം. അത് സെന്റ് അല്ലടാ, കസ്തൂരിയ. ഇതാ മോളെ, അമ്മച്ചിക്ക് മകനെയും പേരുകുട്ടിയും കണ്ടാൽ മതിയല്ലോ. മരുമോൾ ഇപ്പോഴും പടിക്ക് പുറത്തല്ലേ. ഇന്നലത്തെ മരുമോൾ ഇന്നത്തെ അമ്മായിയമ്മ, ഇന്നത്തെ മരുമോൾ നാളത്തെ അമ്മായിയമ്മ. നിങ്ങൾ തമ്മിലുള്ള വർഗയുദ്ധത്തിന്റെ ചരിത്രം കൂടിയാണ് നമ്മുടെ ലോക ചരിത്രം. യുദ്ധമൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ബാഗിൽ ഞാൻ ഉണ്ടാക്കിയ കേക്കാ, അമ്മച്ചിക്കുള്ളതാ. കഴിച്ചില്ലെങ്കിൽ കളഞ്ഞേര്. അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കഴിപ്പിക്കില്ലേ. ചെന്നിട്ട് വിളിക്കാം. ചേച്ചി, ജാക്കറ്റ് சேலந்த கொடுங்க, நான் அயன் பண்ணி தரேன். നോക്കട്ടെ. ചേച്ചി, ഞാനും ആര്യനൊന്ന് ഗോവയ്ക്ക് പോവാ. ഫിലിം ഫെസ്റ്റിവലാണ്. വൈകിട്ടാ ട്രെയിൻ. ഗോവയിൽ നല്ല ലിക്കർ കിട്ടും. തിരിച്ചു വരുമ്പോ ഒരു കുപ്പി ഫെന്നി ഉണ്ടെന്ന വക്കീലിന് കൊടുക്കും. നീ പോടാ ചക്ക, നിന്റെ ചേച്ചി കനിക്ക് കൊണ്ടുപോയി കൊടുക്ക്. അവന്റെ ഒരു ഫെനി. ഇത് ഡൂബയിലെ കനിമോഹന്റെ അനിയൻ സുധീം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. അന്നാണ്, ആ ദിവസമാണ് ഞാനല്ലാതായത്.
തോന്നിയ ദിവസം കാണിക്കുന്നോ? ഒരു കിരീടം ക്ഷമയെടുത്തെന്ന് കാണട്ടെ. അവര് തറവാട്ടമ്പലത്തിൽ തൊഴാൻ പോയി. ഇനി നാളെ വരൂ. ഞാൻ പോയില്ല. എനിക്കൊരമ്പലത്തിലും പോകണ്ട. എന്റെ ദേവി ഇവിടല്ലേ, എനിക്കിത് മതി. ചേച്ചി, വാസുകി എന്ന് പറഞ്ഞ എന്താ മീനിങ്? പാമ്പെന്നാണോ? സർപ്പദേവത. അതാണല്ലേ ചേച്ചിക്ക് ഈ ബ്യൂട്ടി. റിയൽ സർപ്പന്റ് ക്വീൻ, ഫെം ഫറ്റാൽ. ചേച്ചി ഏത് പെർഫ്യൂമാ യൂസ് ചെയ്യുന്നത്? പാട്രയാണോ? ക്ലിയോ പാട്ര? മുമ്പിന്ന് മാറ്. ചേച്ചി, ഞാൻ വെറുതെ കൊഞ്ചാൻ വന്നിരിക്കുന്നു. നിന്റെ അമ്മ ഇങ്ങോട്ടൊന്ന് വരട്ടെ. എങ്ങനെയാണോ മോനെ വളർത്തുന്നതെന്നൊന്ന് അറിയണോ? ആ തള്ളയല്ല എൻ്റെ അമ്മ. അവരെൻ്റെ അച്ഛൻ്റെ സെക്കൻഡ് വൈഫ് അല്ലേ? ഞങ്ങൾക്കൊന്നും അമ്മമാരില്ല ചേച്ചി. നീ എന്തിനാ വാതിലടച്ച്? തുറക്ക്. ഞങ്ങളിന്ന് ഗോവയ്ക്ക് പോലെ ഇനി 1 മാസം കഴിഞ്ഞേ തിരിച്ചു വരത്തുള്ളൂ. ആ 1 മാസം ഞങ്ങൾക്ക് ബോറടിക്കാതെ ഓർക്കാൻ ചേച്ചിയുടെ കുറച്ച് ഹോട്ട് ആൻഡ് സ്വീറ്റ് മെമ്മറീസ് വേണം. சேச்சி, மண்ணு திங்கிற உடம்பு மனுஷங்க நாங்க தின்ன தப்பே கிடையாது. இந்த விஷயமெல்லாம் கெட்ட கனவை நினைச்சு மறந்துருங்க. என்னை மன்னிச்சிருங்க. எங்கடி ஓடிங்க? வா. வாய பொத்து.
പേടിക്കണ്ട. ഇത് ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല. 5 വീട്ടമ്മമാരാ. ചേച്ചിയും കൂടെ ആവുമ്പോ 6 ആവും. ഇത് കണ്ടോ, ഒച്ച വെച്ച ആളെ കൂട്ടിയ ചേച്ചി നാളെ ഇന്റർനെറ്റിൽ സൂപ്പർ സ്റ്റാർ ആക്കും. പെൻ ക്യാമറയാണ്. പിടയ്ക്കാണ്ട് കിടക്ക് ചേച്ചി.